ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. മദീനത്തെ പഴയ ഒരു സൂക്കിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സൂക്ക് അൽ മുഗൈസില എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ വരാനിരിക്കുന്ന നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മദീനത്ത് വരുമ്പോൾ പ്രധാനമായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കലും അതേപോലെ തന്നെ ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മസ്ജിദുൽ ഹറമിലെ ഗേറ്റ് നമ്പർ 310 എക്സിറ്റ് ആണ്. കൂബ റോഡാണിത്. ഈ ഒരു സൂക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മാർക്കറ്റ് അല്ല, പക്ഷേ ആ കാലത്തുണ്ടായിരുന്ന സൂക്കുകളുടെ പാരമ്പര്യം നിലനിർത്തി ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് തന്നെയാണിത്. ആ ഒരു പഴയ മാർക്കറ്റ് തന്നെയാണിത്. ഇവിടുത്തെ പുതിയ കെട്ടിടങ്ങളോടും പരമ്പരാഗത വിൽപ്പന രീതികളോടും കൂടി നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവരെ ഇവിടുത്തെ വിസിറ്റേഴ്സിനെയൊക്കെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് സാധനങ്ങൾ വാങ്ങാൻ മാത്രമുള്ള ഒരു മാർക്കറ്റ് അല്ല, നമ്മുടെ മദീനത്തെ പഴയ ഒരു ചരിത്രം കൂടിയാണ് ഇതുവഴി പോകുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് മാഷാ അല്ലാഹ്, നമ്മളിപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട് ഈ സ്ഥലത്ത് വന്നപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഇത് കാണണം. ഇവിടെ നമ്മുടെ പഴയ ഡ്രസ്സുകൾ, ആഭരണങ്ങൾ, അതേപോലെ തന്നെ അത്തറുകൾ, പിന്നെ നമുക്ക് വീട്ടിലാവശ്യമായ ഓരോ ഉപകരണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട്. അതൊക്കെ പഴയ രീതി അനുസരിച്ച് തന്നെയാണ് ആ കടകളൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അല്ല വരുന്നത്, ഇവിടുത്തെ കാഴ്ചകൾ കാണാനാണ്. ഈ പുല്ലുമേഞ്ഞ കുടിലുകളും റാന്തലുകളും അതേപോലെ തന്നെ ഇവിടെ ഒട്ടക സവാരിയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി നമ്മളെ ഇവിടെയൊക്കെ ഇനി ഇവിടെ ഒരു പഴയ കിണറുണ്ട്. ഞാൻ അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് അതിൻ്റെ വെള്ളമൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത് നല്ല ഹൈറ്റ് ഉണ്ട് കിണറിന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പഴയ കിണർ. കുടമൊക്കെ അടുത്തിരിപ്പുണ്ട്. നിങ്ങൾ മദീനത്തുണ്ടായിട്ടും ഈ സ്ഥലം അറിയാത്തവരാണെങ്കിലും ഇനി നിങ്ങൾ ഇവിടെ വരാനിരിക്കുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് ഈ സ്ഥലം വന്ന് കാണണം. ഇത് നമ്മളെ പഴയ ആ ഒരു ചരിത്രത്തിലേക്ക്, റസൂലുള്ളാഹിയുടെ ആ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ. മാഷാ അല്ലാഹ്, ഇത് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം അല്ലാഹ് തന്നു. അപ്പോൾ ഞാനിത് നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയാണ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോ ആയി കാണാം. അസ്സലാമു അലൈക്കും.